SI സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണക്കിട്ട പ്രതി ആടുതോമ ആടുതോമ ആടുതോമ. ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആടുതോമയുടെയും ചാക്കോമാഷിൻ്റെയും തറവാട് വീട്ടിലാണ് കേട്ടോ. ഇത് കോട്ടയം ജില്ലയിലെ കുടമാളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തെക്കേടത്ത് മനയാണിത് കേട്ടോ. EMS നമ്പൂതിരിപ്പാടുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളൊരു മനയാണിത്. ഒരുപാട് കഥാപാത്രങ്ങൾ തകർത്തഭിനയിച്ചൊരു ചിത്രമായിരുന്നു സ്ഫടികം എന്ന് പറയുന്നത്. ഈ വീട് നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. ആടുതോമയുടെയും ചാക്കോമാഷിൻ്റെയും തറവാട് വീടാണിത് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ തിലകൻ ചേട്ടൻ 18-ാം പട്ട തെങ്ങ് വെക്കുന്ന ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. തെങ്ങ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നെടുമുടി വേണി ചേട്ടനും ഉർവശി ചേച്ചിയും കൂടെ നടന്നു വരുന്ന ഒരു സീനും ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഒരുപാട് സീനുകൾ ഈ വീട്ടിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ ലോറിയിൽ വന്നിറങ്ങുന്ന ഒരു സീനുണ്ട് കേട്ടോ. ആ സീനൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ കൂടുതൽ ലൊക്കേഷനും ചങ്ങനാശ്ശേരി കോട്ടയം ഭാഗത്തായിട്ടാണ്. ചങ്ങനാശ്ശേരിയിലാണ് ഒരു 90% സീനുകളും ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. അവനോട് അച്ഛന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടിയരച്ച് ചെകുത്താൻ അവൻ ഇറങ്ങിപ്പോടാ പുറത്ത്. മേലി പഠിക്കാത്ത കാലുകുത്തരുത്. ഇവിടെ ഇപ്പോൾ താമസമൊന്നുമില്ല കേട്ടോ. ഇത്രയും വർഷമായിട്ടും നല്ല ഭംഗിയായിട്ടാണ് ഈ വീട് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നത് കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ പുതിയതായിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഈ സ്റ്റീലിൻ്റെ സ്റ്റെപ്പൊക്കെ പുതിയതായിട്ട് ചെയ്തെടുത്താണ്. ഈ തറവാട്ട് വീട്ടിലാണ് കേട്ടോ നമ്മുടെ ലാലേട്ടനും KB ശ്രീലത ചേച്ചിയും തിലകൻ ചേട്ടനും ഒക്കെ തകർത്തഭിനയിച്ച ആടുതോമയുടെ ആ തറവാട് വീട്. ശരിക്കും പറഞ്ഞാൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഭാര്യ വീടാണിത് കേട്ടോ. കോട്ടയം ജില്ലയിലെ കുടമാളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വിജയരാജൻ ചേട്ടൻ്റെ വീടും. ഒരു 5-6 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് കേട്ടോ. ഇനി ഈ വീടിൻ്റെ ഭാഗവശത്തോട് നല്ല അടിപൊളിയായിട്ട് വൈബായിട്ടുള്ള സ്ഥലമാണ്. ഇതുവഴി ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. മീനച്ചിലാറാണ് ഇതിൻ്റെ ബാക്കിൽ കൂടെ ഒഴുകുന്നത് കേട്ടോ. നല്ല ആംബിയൻസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ തറവാട് വീടിൻ്റെ ബാക്കിവശത്തോടെ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു എൻട്രി ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, പടവുകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ഈ പുഴയാണ് ഈ തറവാട് വീടിനെ മനോഹരമാക്കുന്നത്.